പാപം മനുഷ്യൻ ചെയ്യും, പക്ഷെ ഒരു പാപിയായിട്ട് തുടരാൻ കഴിയല്ല. അത് വീണ്ടും വീണ്ടും അനുദപിച്ച് കണ്ണുനീരോടെ കുമ്പസാരിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് തരും. ഒന്ന്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ബോധ്യം എന്റെ ഉള്ളിൽ നിറയ്ക്കുക. രണ്ടാമതായിട്ട്, യേശുവിന്റെ ഏറ്റവും വലിയ വേദന നീ പാപിയായി ജീവിക്കുന്നതാണ് എന്ന് നീ തിരിച്ചറിയുക. ഞാൻ പാപിയായി തുടരുന്ന ഓരോ നിമിഷവും യേശു എനിക്ക് വേണ്ടി കരയുന്നു, യേശു എനിക്ക് വേണ്ടി മുറിയപ്പെടുന്നു എന്ന അവബോധം നിന്റെ ഉള്ളിൽ നിറയുക. മൂന്നാമത്, യേശുവിന്റെ പീഡാനുഭവവും മരണവും ആഴമായ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിന്നെ നയിക്കണം. യേശുവിന്റെ പീഡാസഹനവും മരണവും പശ്ചാത്താപത്തിലേക്ക്. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലി ഈശോയുടെ പീഡാനുഭവത്തിന്റെ ആ വിവരണങ്ങൾ വായിച്ച് അത് നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കുവാനും കുമ്പസാരിക്കുവാനും അതോടൊപ്പം തന്നെ മാനസാന്തരത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കണം. യേശുവിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കുറവും അല്ലെങ്കിൽ സ്നേഹരാഹിത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ എളിമപ്പെടാനായിട്ട് കഴിയണം. ഈശോ മിശിഹായിൽ എത്രയെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നിനക്ക് വേണ്ടി മരിച്ചത് നീ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ്. ഈ നാളുകളിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വചനഭാഗമാണ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് വിദേശത്തുള്ള സുഹൃത്താണ്. അദ്ദേഹം ഒരു വിദേശത്ത് ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മലയാളത്തിൽ ഒരു പാട്ട് പാടി. ആകാശമേ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനമാണ്, ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരുക. പെട്ടെന്ന് ഈ പാട്ട് മലയാളത്തിൽ പാടിയപ്പോൾ അന്യ നാട്ടുകാരനായ അവര് നിശബ്ദരാകാൻ പറഞ്ഞ് അംഗീം കാണിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് ഒരാൾ ഓടി വന്ന് ചോദിച്ചു, സഹോദര, താങ്കൾ എന്താണ് പാടുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ അത് വിവരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അത് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. ആകാശമേ കേൾക്ക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം വായിച്ചു കേൾത്തു. മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചു. ഈ ഗാനത്തിന്റെ അർത്ഥം കേട്ട ഉടനെ പിറ്റേ ദിവസം പോയി അയാൾ കുമ്പസാരിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഹല്ലേലൂയ. യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് വേണ്ടി ബലിയായി തീർന്നു എന്ന ബോധ്യം നിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ഒരു പാപിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയാണ്. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ളൊരു ബോധ്യം വചനം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയാണ്. ഈ ബോധ്യം ഉള്ളിലേക്ക്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ്, നമുക്ക് വേണ്ടി മരിച്ചവനാണ്. വീണ്ടും 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. യേശുവിന്റെ രക്തം. ബൈബിള് അനേകം വചനങ്ങൾ ഇതുമായിട്ട്. റോമാലേഖനം 5:6 നാം പാപികളായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരും മരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളോട് സ്നേഹം വെളിപ്പെടുത്തി. 1 പത്രോസ് 2:24 അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിലെ 12-19 വചനങ്ങളിൽ തന്നെ യേശുവിന്റെ ബലിയെ കുറിച്ച് പറയുന്നു. വീണ്ടും പൗലോസ്ലീഹായോട് പറയുന്നു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. 1 പത്രോസിന്റെ ലേഖനം 1:18 പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കവും ഇല്ലാത്ത യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അനേകം വചനങ്ങള് യേശു മരിച്ചത് നിനക്ക് വേണ്ടിയാണ്, വേറെ ആർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ഈ ബോധ്യം ഉള്ളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ ഓർത്ത് അനുതപിച്ച് കരഞ്ഞ് യേശുവിന് വേണ്ടിയുള്ളൊരു ജീവിതം സമർപ്പണം ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. ഈ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക്, പാപിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഈ അവബോധം യേശു എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലാകാലങ്ങളിൽ മാനസാന്തരം അനേക ധ്യാന കേന്ദ്രങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ദൃശ്യം വെളിപ്പെട്ട് അല്ലെങ്കിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത് അനേകരെ മാനസാന്തരത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്കും സാക്ഷി ജീവിതത്തിലേക്ക് നയിച്ചതിന്റെ വലിയൊരു സാക്ഷി ജീവിതം തന്നെ സഭയിലുണ്ട്. യേശു മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തില് പീലിപ്പോസ് 8-ാമത്തെ അധ്യായത്തിൽ പീലിപ്പോസ് എത്യോപ്യക്കാരൻ ഷണ്ടന്റെ തേരിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്.
അപ്പോൾ എത്യോപ്യക്കാരനായിട്ടുള്ള ആ ഷണ്ടൻ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53 ആ അധ്യായം ഭാഗങ്ങൾ വായിച്ചിട്ട് അത് മനസ്സിലാകാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരിക്കുമ്പോഴാണ് ഈ വചനഭാഗം ആരെ പറ്റിയാണ് എന്ന് വ്യക്തമായിട്ട് പീലിപ്പോസ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആണ് അപ്പോസ്തല പ്രവർത്തനം 8:32 അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തന്റെ വായ് തുറന്നില്ല. അപമാനിതനായി അവൻ നീതി നിഷേധിക്കപ്പെട്ടു. അവൻ പിൻതലമുറയെ പറ്റി ആര് വിവരിക്കും? എന്നാൽ ഭൂമിയിൽ അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് എഴുതിയിരിക്കുന്നത്? തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെ കുറിച്ചോ? അപ്പോൾ പീലിപ്പോസ് വെളിപ്പെടുത്തി, അത് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു, അത് യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ അവർ സ്നാനപ്പെട്ടു എന്ന് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ബൈബിളില് സ്നാനം എന്ന് പറയുമ്പോൾ വളരെയധികം പ്രത്യേകതയുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടുകൂടി മുങ്ങി പുതിയ വ്യക്തിയായി. ആ ഷണ്ടൻ ഒരു പക്ഷേ എനിക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് എന്നുള്ള ബോധ്യം ഒട്ടിക്കരഞ്ഞ് പുതിയ വ്യക്തിയാകാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെയും അല്ലെങ്കിൽ ഒരുപക്ഷെ പറയാത്ത പാപങ്ങൾ, ഇപ്പോഴും നിൽക്കുന്ന പാപങ്ങള്, മാരക പാപങ്ങളെ, ഈ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാൻ ഏറ്റവും താഴ്മയോടെ ഈശോയുടെ പീഡാനുഭവത്തിലേക്ക്, ആ കുരിശുമരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കണ്ണുനീരോടുകൂടി കുമ്പസാരക്കൂട്ടിലേക്ക് എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട എന്നാണ് ഗലാത്യക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭിഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലി. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവൻ തന്നെ ബലിയായിട്ട് നമുക്ക് വേണ്ടി അർപ്പിച്ചു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അത് ഒരു നിമിഷം പോലും പാപത്തിൽ തുടരാനായിട്ട് എന്നെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു പാപിയായിട്ട് ജീവിക്കാൻ പാടില്ല. എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യേണ്ടത്, ഒന്നാമത് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ബോധ്യം നിന്റെ ഉള്ളിൽ നിറയാനായിട്ട് അത് അതിയായിട്ട് ദാഹിച്ചു പ്രാർത്ഥിക്കുക. ഒരു അനുതാപത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ അവബോധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പാപജീവിതം നയിക്കാൻ കഴിയില്ല. ഒരു പാപം മനുഷ്യൻ ചെയ്യും, പക്ഷെ ഒരു പാപിയായിട്ട് തുടരാൻ കഴിയില്ല. അത് വീണ്ടും വീണ്ടും അനുദപിച്ച് കണ്ണുനീരോടെ കുമ്പസാരിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് തരും. ഒന്ന്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ബോധ്യം എന്റെ ഉള്ളിൽ നിറയ്ക്കുക. രണ്ടാമതായിട്ട്, യേശുവിന്റെ ഏറ്റവും വലിയ വേദന നീ പാപിയായി ജീവിക്കുന്നതാണ് എന്ന് നീ തിരിച്ചറിയുക. ഞാൻ പാപിയായി തുടരുന്ന ഓരോ നിമിഷവും യേശു എനിക്ക് വേണ്ടി കരയുന്നു, യേശു എനിക്ക് വേണ്ടി മുറിയപ്പെടുന്നു എന്ന അവബോധം നിന്റെ ഉള്ളിൽ നിറയുക. മൂന്നാമത്, യേശുവിന്റെ പീഡാനുഭവവും മരണവും ആഴമായ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിന്നെ നയിക്കണം. യേശുവിന്റെ പീഡാസഹനവും മരണവും പശ്ചാത്താപത്തിലേക്ക്. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലി ഈശോയുടെ പീഡാനുഭവത്തിന്റെ ആ വിവരണങ്ങൾ വായിച്ച് അത് നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കുവാനും കുമ്പസാരിക്കുവാനും അതോടൊപ്പം തന്നെ മാനസാന്തരത്തിന്റെ ഒരു പുതിയ ജീവിതം നയിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കണം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴവും നമ്മുടെ സ്നേഹരാഹിത്യവും തിരിച്ചറിയാനായിട്ട് കഴിയണം. യേശുവിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കുറവും അല്ലെങ്കിൽ സ്നേഹരാഹിത്യവും തിരിച്ചറിഞ്ഞ് നമ്മൾ എളിമപ്പെടാനായിട്ട് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുമുമ്പാകെ ഏറ്റവും വിശുദ്ധിയോടെ എളിമപ്പെടുത്ത് കർത്താവിന് ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വ്യക്തി ഒരിക്കലും ഒരു നിമിഷം പോലും പാപിയായിട്ട് ജീവിക്കാനായിട്ട് പാടില്ല. വിശുദ്ധനായിട്ട് ജീവിക്കാൻ നീ പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ഒരു പുതിയ ജീവിതം, പാപത്തിന്റെ ഒരു നിമിഷം ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളെക്കാൾ ദൈവജനത്തിന്റെ കഷ്ടതയിൽ പങ്കുചേരാനാണ് മോശ ആഗ്രഹിച്ചതുള്ളൂ. അതുപോലെ തന്നെ പാപത്തിന്റെ നൈമിഷിക സന്തോഷങ്ങളെ പോലും ത്യജിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.